ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങൾ 31 അധ്യായം അതിൻ്റെ 10 വാക്യം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. വചനം പറയുകയാണ്, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ സാമർഥ്യമുള്ളവളാണെങ്കിൽ മുത്തിനേക്കാളും വിലയുള്ളതാണ്. ഒത്തിരി കുടുംബങ്ങളിൽ സാമർഥ്യമുള്ള ഭാര്യമാരുണ്ട്, അതുപോലെ തന്നെ സാമർഥ്യമില്ലാത്ത സഹോദരിമാരുമുണ്ട്. എന്നാൽ സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ചാണ് വചനം പറയുന്നത്, അവർ മുത്തിനേക്കാൾ വിലയുള്ളതാണ്. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു ഭവനത്തെ പണിയാനും പറ്റും, അതേ സഹോദരി വിചാരിച്ചാൽ ഒരു ഭവനത്തെ പൊളിച്ചു വയ്ക്കാനും പറ്റും. ഇവിടെ അബിഗയേൽ എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 25 അധ്യായത്തിൽ പറയുന്നുണ്ട്, അബിഗയേലിന്റെ ഭർത്താവിൻ്റെ പേര് നാബാൽ എന്നാണ്. നാബാൽ എന്ന് പറഞ്ഞാൽ അത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഭോഷത്വം എന്നാണ്. ഈ നാബാലിന് ഒരു കാലഘട്ടത്തിൽ തൻ്റെ വസ്തുക്കളും ആടുമാടുകളൊക്കെ സൂക്ഷിച്ചിരുന്നത് ദാവീദും തൻ്റെ കൂട്ടരുമാണ് ഒരു കാലഘട്ടത്തിൽ. എന്നാൽ അതിനുശേഷം ദാവീദ് തൻ്റെ ശിഷ്യന്മാരെയൊക്കെ അല്പ ആഹാരത്തിന് വേണ്ടിയിട്ട് നാബാലിൻ്റെ അടുക്കലേക്ക് വിടുമ്പോൾ നാബാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ദാവീദ് ആര്? ഒരിക്കൽ സഹായിച്ച ഒരു വ്യക്തി വരുമ്പോൾ പരിജ്ഞാനമില്ലാത്ത ഭോഷത്വം നിറഞ്ഞ വാക്കുകൊണ്ട് തൻ്റെ ജീവിതം അപകടത്തിൽ നിൽക്കുമ്പോൾ ദാവീദ് ഉടനെ തന്നെ ഈ നാബാലിനെയും തൻ്റെ കുടുംബത്തിലെ സകല ആൺ തലമുറകളെയും കൊല്ലാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആ ഭാഗം നന്നായിട്ട് നിങ്ങൾ വായിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 25 അധ്യായം. തൻ്റെ സാമർഥ്യമുള്ള ഭാര്യ താൻ എന്ത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, തൻ്റെ മുത്തിനെ പോലെ വിലയുള്ള ആഹാര സാധനങ്ങളൊക്കെ എടുത്ത് നാബാൽ വെച്ചിട്ടിരിക്കുമ്പോൾ ഈ സഹോദരി അതൊന്നും കണക്കിടാതെ രാജാവിനെ ദാവീദിനെ എതിരേൽക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന അബിഗയേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അബിഗയേൽ പുറപ്പെട്ട് ദാവീദിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ദാവീദ് അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഈ കുടുംബത്തിലുള്ള ആൺ തലമുറകളെ തകർക്കാൻ വേണ്ടി തിരിച്ചു വരികയാണ്. എന്നാൽ ആ സമയത്ത് ദാവീദിനെ എതിരേറ്റു വന്ന അബിഗയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അബിഗയേൽ പറയുകയാണ്, ദാവീദിനോട് പറയുകയാണ്, അകാരണമായി രക്തം ചിന്നുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യഥയും യജമാനന് ഉണ്ടാകയില്ല. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ എന്ന് അബിഗയേൽ ദാവീദിനോട് വ്യക്തമായിട്ട് ആ ഭാഗം വായിച്ചാൽ മനസ്സിലാകും. തന്ത്രപരമായിട്ട് തനിക്ക് ലഭിച്ച സാമർഥ്യം കൊണ്ട് ദാവീദിന്റെ ഹൃദയത്തെ ഒറ്റ സെക്കൻഡിൽ കവർന്നെടുക്കുന്ന ഒരു സഹോദരിയെ കാണാൻ പറ്റും. ഉടനെ ദാവീദിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദാവീദ് പറയുകയാണ്, ദാവീദ് അബിഗയേലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം. രക്തപാതകവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. ദാവീദ് പറയുകയാണ്, നിന്റെ വിവേകം വളരെ അനുഗ്രഹമാണ്. ഈ പ്രതികാരം ചെയ്യാതെ എന്നെ തടുത്ത നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതിൻ്റെ തൊട്ട് താഴോട്ട് പറയുന്നുണ്ട്, ദൈവം നിന്നെ അതിനു വേണ്ടി പുറപ്പെടുവിക്കാതിരുന്നെങ്കിൽ എൻ്റെ ഈ യാത്രയിൽ നിന്റെ കുടുംബത്തിൽ ഒരു ആൺ തലമുറ പോലും ഇല്ലാതെ ഞാൻ തകർത്ത് കളയുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കുടുംബത്തിലെ സഹോദരി തൻ്റെ ഭർത്താവിനെ മാത്രമല്ല തൻ്റെ കുടുംബത്തിലെ ആൺ തലമുറകളെ മുഴുവൻ സൂക്ഷിക്കാൻ ഒറ്റ വാക്കുകൊണ്ട് ആ ദാവീദിന്റെ ഹൃദയത്തെ കവർന്നെടുത്ത സാമർഥ്യമുള്ള മുത്തിനേക്കാൾ വിലയേറിയ സഹോദരി ആയതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി സഹോദരിമാരുണ്ട്. എല്ലാ സഹോദരിമാരെയല്ല പറയുന്നത്. കുടുംബങ്ങളെ പണിയേണ്ട സ്ഥാനത്ത് കുടുംബങ്ങളെ പൊളിച്ചു കളയുന്ന സഹോദരിമാരുണ്ട്. ബലപ്പെടുത്തേണ്ട സ്ഥാനത്ത് തകർത്ത് കളയുന്ന സഹോദരിമാരുണ്ട്. ലോകം പോലും അങ്ങനെ ആയിപ്പോയി. നമ്മൾ നോക്കിയേ, ഇന്ന് ലോകത്തിൽ ഒത്തിരി സ്വാതന്ത്ര്യം കൊടുത്തിട്ട് സ്ത്രീകളുടെയൊക്കെ ജീവിതത്തിനകത്ത് സാമർഥ്യത്തിന് പകരം അഹങ്കാരം വന്നിട്ട് ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി ഒരു കുടുംബത്തെ തകർക്കുകയല്ലായിരുന്നു, ഒരു ദേശത്തെ തന്നെ വിടുവിക്കാൻ തക്കവണ്ണം തന്നിലുള്ള സാമർഥ്യത്തെ താൻ പ്രയോജനപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും സാമർഥ്യത്തെ പ്രയോജനപ്പെടുത്തി നല്ല മുത്തിനേക്കാൾ വിലയേറിയ ശ്രേഷ്ഠതയുള്ള മാന്യതയുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം പടുത്തുയർത്താൻ സഹോദരിമാർക്ക് ദൈവം കൃപ ചെയ്യട്ടെ. അങ്ങനെ വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.